वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ SMECT ഒരുക്കിയിട്ടുണ്ട്. ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. താല്പര്യം ഒന്ന് മാത്രം മതി. പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബേസിക് കോഴ്സ് വെറും 6 മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും. ആഗ്രഹമുള്ളവർ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. അതായത് മിഥുന രാശിയിൽ വ്യാഴവും ശുക്രനും, കർക്കിടക രാശിയിൽ ബുധനും സൂര്യനും, ചിങ്ങത്തിൽ കേതുവും, കന്നിയിൽ കുജനും, തുലാം രാശിയിൽ ചന്ദ്രനും, കുംഭത്തിൽ സർപ്പിയും, മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് 12 രാശികളിലായിട്ട് സഞ്ചരിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ഫലങ്ങളെക്കുറിച്ച് പറയാം. ഇതൊരു പൊതുവായ ഫലമാണ്. ഇടവം രാശിയിലുള്ള കാർത്തിക 2, 3, 4 പാദം, രോഹിണി മകീരത്തിൻ്റെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും, അതേപോലെ തന്നെ ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ സൂര്യൻ്റെ ദശ, ചന്ദ്രൻ്റെ ദശ, കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ ധന കുടുംബ വാക്ക് സ്ഥാനസ്ഥിതി കൊണ്ട് ഈ മാസം ധനപരമായ എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും. സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു കുടുംബജീവിതമൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ വാക്കുകൾക്ക് അംഗീകാരവും പ്രശംസയും ഒക്കെ ലഭിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലൊക്കെയാണ് സംസാരിക്കുകയുള്ളൂ. പുതിയ പുതിയ ധനസ്രോതസ്സുകളൊക്കെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാനൊക്കെയാണ് ശ്രമിക്കുകയുള്ളൂ. ആഡംബര ജീവിതത്തോടൊക്കെ താല്പര്യമൊക്കെ കൂടും. എല്ലാ കാര്യങ്ങളിലും വളരെ സുഖവും സൗകര്യങ്ങളും വേണമെന്ന് നിർബന്ധമൊക്കെ ഇവർക്കുണ്ടാകും. വാസനദ്രവ്യങ്ങളോടും സൗന്ദര്യവർദ്ധന വസ്തുക്കളുമൊക്കെ ഉപയോഗിക്കും. കലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും. മുഖത്ത് എപ്പോഴും ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും. ധനസമ്പാദനത്തിൽ ശ്രദ്ധ ചെലുത്തും. ആവശ്യത്തിന് മാത്രം ചിലവുകൾ ചെയ്യുകയുള്ളൂ. എന്നിരുന്നാലും തൻ്റെ സന്തോഷത്തിനായിട്ടുള്ള ചിലവുകളൊക്കെ ചെയ്യാൻ ഒട്ടും മടി കാണിക്കാറില്ല. മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രാഭരണങ്ങളൊക്കെ ഇവർ ധരിക്കും. ധനപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും. ഈ മാസം ധനകാരകനായ വ്യാഴവും ശുക്രനും ഒന്നിച്ച് ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൂടുതൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. അതായത് പൊതുവായ ധനം കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടാകും. സത്യസന്ധമായി സംസാരിക്കും. കുടുംബത്തിൽ ഇവരുടെ വാക്കുകൾക്ക് പ്രത്യേകമായൊരു സ്ഥാനമൊക്കെ ഉണ്ടാകും. മറ്റുള്ളവർക്ക് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കും. ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുക, അതേപോലെ ആത്മീയ പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യും. സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കും. ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാണ്. ചുറുചുറുക്കും ഉന്മേഷവുമൊക്കെ വർദ്ധിക്കും. ക്രിയേറ്റിവിറ്റിയൊക്കെ വർദ്ധിക്കും. സ്വന്തമായ പരിശ്രമങ്ങളിൽ നല്ല വിജയം ഉണ്ടാകുന്നൊരു സമയമാണ്.
കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുവഴി ലാഭനേട്ടങ്ങളും ഉണ്ടാകും. ചില കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമുണ്ടാക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ബിസിനസ് അന്യനാട് അന്യദേശത്തേക്കൊക്കെ വികസിപ്പിച്ചെടുക്കും. വിദേശത്തേക്ക് തൊഴിൽപരമായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ ഉത്തമമാണ്. കയറ്റുമതി ഇറക്കുമതിയിലൊക്കെ ലാഭങ്ങൾ ഉണ്ടാകും. ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കായിക മത്സരങ്ങളിൽ വിജയിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ്. നിർവഹണ ശേഷി വർദ്ധിക്കും. നല്ല നിർവാഹി എന്നൊരു പേരെടുക്കാനൊക്കെ കഴിയും. കൂടുതൽ സമയവും പണം സമ്പാദിക്കണമെന്ന ചിന്തയാണ് ഉണ്ടാവുക. സ്നേഹത്തിനേക്കാൾ പണത്തിന് മുഖ്യമായി കരുതുന്ന ഒരു മാസം തന്നെയാണ്. കുടുംബത്തിലെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ധനച്ചെലവുകളും ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. ഇവരെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴിയൊക്കെ സമൂഹം അറിയാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. സഹോദരങ്ങൾക്ക് സർക്കാർ സംബന്ധിച്ച കാര്യങ്ങളിൽ അനുകൂലമായൊരു സമയം തന്നെയാണ്. മാതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യനിലയാണെങ്കിൽ അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല. ആശുപത്രി ചെലവിനുള്ളൊരു യോഗം കൂടി മാതാവിന് കാണുന്നുണ്ട്. അമ്മയ്ക്ക് വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അതേപോലെ വാദസംബന്ധമായ രോഗങ്ങൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാസമധ്യത്തിന് ശേഷം വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ സമയം അനുകൂലം തന്നെയാണ്. ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാനുള്ള യോഗവുമുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന സന്താനങ്ങളുള്ളവർക്ക് ഈ മാസം വളരെ അനുകൂലമായൊരു സമയം തന്നെയാണ്. ഈ രാശി ലഗ്നക്കാർക്ക് ജോലി സംബന്ധിച്ച് ഭാഗ്യം കൂടെ തന്നെയുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത്. ഉദ്യോഗത്തിൽ സ്ഥാനചലനത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല. കാൽപാദവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ENT പ്രശ്നം ഒക്കെ ഉണ്ടാകും. പിന്നെ വയറിൽ ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ, രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. പിന്നെ കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ അനുകൂലമായൊരു നിലപാടൊക്കെ ഉണ്ടാകും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും. ജീവിത പങ്കാളി നിമിത്തം ലാഭങ്ങൾ ഉണ്ടാകാനുള്ള ഒരു മാസം കൂടിയാണ്. ബിസിനസ്സിൽ തൃപ്തികരമായ ലാഭമുണ്ടാകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും. പൂർവികരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ്. പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക. ധർമ്മദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തും. പൂർവികർക്കായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യും. ഉദ്യോഗത്തിൽ അംഗീകാരവും അന്തസ്സുമൊക്കെ ഉയരും. മേലധികാരികളുടെ പ്രീതി നേടാൻ കഴിയും. മൂത്ത സഹോദരങ്ങൾ, ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും. മരുമക്കളുടെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയുണ്ടാകും. ആരോഗ്യകാര്യം മധ്യമമായിട്ടാണ് ഈ മാസം അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.